ചിങ്ങഞ്ചിറയിൽ ഒരു ആൽത്തറയുണ്ടെന്ന് സുരേഷ് ഗോപി കളിയാട്ടം സിനിമയിലെ ബജീറിന് അത് കാണണമെന്ന്. അങ്ങനെ നമ്മൾ ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിന് ആൽത്തറ കാണാൻ പോവാണ്. ചിങ്ങഞ്ചിറ ഏകലവ്യ ആശ്രമം. വെൽക്കം ചെയ്യും. മുമ്പിൽ നോക്കണം മലവെള്ളം. കാർ പാർക്കിംഗ് ആളുകളുടെ സ്ഥലം. അപ്പോൾ ഇതാണ് ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രം. നല്ല വൈബാട്ടോടെ. നല്ല അതിൻ്റെ ഒരു സൈഡ് പാടമാണ്, ഇപ്പുറത്തെ സൈഡിൽ ഫുള്ളൊരു 5-10 ആൽമരങ്ങളുണ്ടെന്ന് തോന്നുന്നു. അത്രയും നല്ല ഒത്തിരി വർഷം പഴക്കമുള്ളത്. അതിൻ്റെ വേരുകളൊക്കെ കാണാം. എൻ്റെ അമ്മോ, അത്രയും വലിയ ആൽമരങ്ങൾ. മാത്രം ആളൊരു കൽബുതായി അങ്ങനെ ഒരു ട്രീ അവിടെ നിൽക്കണം കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവർ. അത്രയും വലിയ ട്രീയോ അത്രയും വലിയ വേരുകളോ റൂട്ടോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ എന്തൊക്കെയോ പൂജകളുണ്ടായിരുന്നു. അവിടുന്ന് കുറേ പേര് പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഫുഡ് പാകം ചെയ്തൊക്കെ അവിടെ നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കളിയാട്ടം മൂവിയിൽ സുരേഷ് ഗോപി ആളുടെ കുറച്ച് സീൻസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആൽത്തറയിൽ വന്ന് കിടക്കുന്നതും അതുപോലെ തന്നെ മഞ്ജുവാരായിട്ട് സംസാരിച്ചിരിക്കുന്നതും. അങ്ങനെ നമ്മൾ പിന്നെ അപ്പച്ചനും അമ്മച്ചിക്കും കാണിച്ചു കൊടുത്തു മൊബൈലിൽ ഏത് മൂവിയാണ്, ഏത് സീനാണ് ഇവിടെ ഷൂട്ട് ചെയ്തേക്കുന്നത് അങ്ങനെയൊക്കെ. അപ്പോൾ അവർക്കും അത് കണ്ട് മനസ്സിലായി. എന്തായാലും നല്ലൊരു വൈബായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് എയർ, അതുപോലെ തന്നെ ആ ഒരു ആൽമരങ്ങളുടെ ആ ഒരു കാറ്റും കുളിർമയും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമ്മളത് എൻജോയ് ചെയ്തു. കളിയാട്ടം അതൊരു ശരിക്കും സിനിമ ഇപ്പോഴും കാണുമ്പോഴും ഒരു വേദനയാണ്. സുരേഷ് ഗോപിയുടെ അഭിനയം, മഞ്ജുവാരുടെ അഭിനയം എല്ലാം അടിപൊളി, ഒന്നും പറയാനില്ല. നല്ലത്. ഞങ്ങള് ചിങ്ങഞ്ചിറ ക്ഷേത്രം കണ്ടിട്ട് ആൽത്തറ കണ്ടുപോരും അല്ലേ. ഇനി ചെല്ലഞ്ചേട്ടന്റെ ചായപ്പീടികയുണ്ട്. പിന്നെ വേറെ കുറച്ച് ഡാം പറഞ്ഞു, പക്ഷെ നമ്മൾ ഡാം ഓരോന്നും കണ്ടുകൊണ്ട് പിന്നെ ബാക്കി ഡാമുകളിലേക്ക് പോകുന്നില്ല. വേറെ എന്താ എനിക്ക് കാണാൻ പറഞ്ഞേ? കുടിലടം കാണുന്നത് എവിടെയൊന്ന് തപ്പണോ ഇനി. ഇതാണ് നമ്മുടെ ചെല്ലഞ്ചേട്ടന്റെ ചായപ്പീടിക. ചട്നി 49 വർഷം. അപ്പോൾ ഇതാണ് നമ്മുടെ ചെല്ലഞ്ചേട്ടൻ്റെ ചായപ്പീടിക. ഒരു 49-50 വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞ ചെല്ലഞ്ചേട്ടൻ്റെ ചായപ്പീടിക. അവിടെ നമ്മുടെ കൊല്ലംകോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസിദ്ധമാണ് ചെല്ലഞ്ചേട്ടൻ്റെ ചായപ്പീടിക. അയ്യപ്പൻ ചേട്ടൻ്റെ ഊണ്, ഇതെല്ലാം ഇവിടുത്തെ പ്രസിദ്ധമായ കടകളാണ്. ചെല്ലപ്പൻ ചേട്ടൻ്റെ കട. കൂടുതലും ഈ സ്ഥലങ്ങൾ കാണാൻ പറഞ്ഞ അപ്പൊ സന്തോഷം കണ്ടേ. ശരി. കുടില്ല ഓരോ കുടിലില് പോയിട്ടിരിക്കാം. കുടിലടം കാണാൻ വന്നിട്ടിരിക്കുകയാണ് നിങ്ങൾ. പാസ് എടുക്കണം കേട്ടാ. ശരി, ബാസ്ക്കറ്റൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഓലയും കൊണ്ട് ഉണ്ടാക്കിയിട്ടേ തൊട്ടില്. അപ്പോൾ കുടിലിടത്തിൽ നമ്മൾ വന്നു. 20 പൗണ്ടാണ്, അല്ല 20 രൂപയാണ്. കുടിലിടത്ത് നമ്മൾ വന്ന് 20 രൂപയാണ് ഇങ്ങോട്ടേക്ക് പ്രവേശനത്തിനുള്ള ഫീസ്. അങ്ങോട്ട് ആ വരുമ്പത്തേക്ക് വലിയ വരുമ്പത്തേക്ക് നോക്കൂ.
നാടകാണോ റീലാണോ? എവിടെയാ താൻ പോയി ഇരിക്കണത്? എവിടെയാ താൻ പോയി ഇരിക്കണത്? മനസ്സിലായില്ല കേട്ടോ. ഇങ്ങടെ ഇറങ്ങണില്ലേ കുട്ടിയെ? മുകളിലേക്ക് എത്തിയെന്ന് പറഞ്ഞു. ഇറങ്ങാൻ പറ്റൂല. കുടിയിലിടാം. വീട്ടിൽ ലൈവായിട്ട് ഈ വരച്ചു കൊടുക്കുന്നുണ്ട് അച്ഛൻ്റെ ഫോട്ടോ വരയ്ക്കാനായിട്ട്. കുടിലിടം, കൊല്ലങ്കോട്ട് ഗ്രാം, കുടിലിടം. ഏറുമാടത്തിൽ കയറിയിരിക്കുന്നു. ദൂരെ നമുക്ക് നമ്മുടെ മല കാണാം കേട്ടോ. അതിൽ നിന്ന് ഒഴുകുന്ന വെള്ളച്ചാട്ടങ്ങൾ കാണാം. അപ്പോൾ നമ്മുടെ ഈ കുടിലെടുത്ത് കുറേ കുഞ്ഞു കുഞ്ഞു കുടിലുകൾ പാടത്തിൻ്റെ നടുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ പോയിരിക്കാം, ഫോട്ടോ എടുക്കാം, വരമ്പത്തൂടെ ഇങ്ങനെ നടക്കാം. നല്ല രസം. ഇതിപ്പോൾ ഞാറ് നട്ട് ആയി വരുന്നുള്ളൂ. അപ്പോൾ ആ കൃഷി നമുക്ക് നെല്ല് വിളഞ്ഞിട്ടില്ല. ഇതെനിക്ക് ശരിക്കും എൻ്റെ ചെറുപ്പകാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം വീട്ടിൽ കൃഷി ഉള്ളതുകൊണ്ട് ഈ ഞാറ് നടലും കൊയ്ത്തും മെതിക്കലും ഇതെല്ലാം എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. എൻ്റെ ബാല്യം ഇതായിരുന്നു. എന്തായാലും മാത്തൂനും മകളിനും ഭയങ്കര ഇഷ്ടമായി. അതിലൂടെ പറഞ്ഞു കൊടുക്കാനും പണ്ടത്തെ കാലത്തെ പോലെ വെള്ളം തേവുന്നതും അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ആ പാടത്തേക്കൂടെ ഓടി നടക്കുന്നതും അവർക്ക് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്, എങ്ങനെയാണ് അരി ഉണ്ടാകുന്നതിനൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ നമുക്ക് അവിടെ ലൈവായിട്ട് ഫോട്ടോ അവരിങ്ങനെ ഡ്രോയിങ് ചെയ്ത് തരും കേട്ടോ. അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും വരച്ചു, അതുപോലെ തന്നെ മാത്തുക്കുട്ടിൻ്റെയും ആൾക്കുട്ടിയുടെയും ഞങ്ങൾ വരച്ചു. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ തന്നെ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് പോരുമ്പോൾ തന്നെ അതിന് മുമ്പിൽ ഓലപ്പുര എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് നല്ല വിശപ്പായി തുടങ്ങി. അപ്പം ഞങ്ങൾ ഈ യാത്രയിൽ മെയിനായിട്ട് നാടൻ ഫുഡാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. അവിടെ അടിപൊളി ഒരു നല്ല ഓലപ്പുരയും കൊണ്ടുണ്ടാക്കിയ ഒരു ഹോട്ടലാണ്. നല്ല നാടൻ ഊണും സാമ്പാറും മീൻ വറുത്തതും തോരനും പപ്പടവും ഒക്കെ ആയിട്ട് അടിപൊളി. മാത്തുക്കുട്ടൻ പിന്നെ എവിടെ ചെന്നാലും ബിരിയാണി വിട്ടിട്ടുള്ളൊരു കളിയില്ല. മാത്തുക്കുട്ടന് ബിരിയാണി പറഞ്ഞപ്പോൾ ആൾക്കുട്ടിക്കും ബിരിയാണി മതിയെന്നു. ഞങ്ങളെല്ലാം പിന്നെ ചോറ് കഴിച്ചു. നമുക്കാലോ പണ്ട് ഈ ചോറിനോടും നാടൻ ഫുഡിനോടുമുള്ള ഇഷ്ടം കൂടുതൽ. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ ഇപ്പോൾ കൊല്ലങ്കോട് ടൗണിലൂടെയായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ടൗൺ യാത്ര എനിക്ക് അത്ര ഇഷ്ടമുള്ളതല്ല. എനിക്കിങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുള്ള യാത്രയാണ് എപ്പോഴും ഇഷ്ടം. എന്തായാലും നമുക്ക് കവർ ചെയ്ത് പോകണം. ഇതിലൂടെയാണ് നമുക്ക് ഇനി നമ്മുടെ യാത്ര ശരിക്കും കോഴിക്കോട്ടേക്കാണ്. അപ്പോൾ നമ്മൾ കോഴിക്കോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് നോക്കും, നല്ല സ്ഥലം കിട്ടിയാൽ രാത്രി ആയാൽ നമ്മൾ ചിലപ്പോൾ ഇവിടെ തന്നെ കുറച്ച് മാറി നമ്മൾ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യുമായിരിക്കും താമസിക്കാൻ. അതല്ല ഓക്കെ ആണെന്നുണ്ട്, അജയൻ ഓക്കെ ആണ് ഡ്രൈവ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെയും കോഴിക്കോട് എത്തി അങ്ങനെ അവിടെ ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് നോക്കുന്നുണ്ട് ഹോട്ടലുകൾ. അപ്പോൾ എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും എല്ലാവരുടെയും കൂടെ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ കയറി ഫുഡ് കഴിക്കാനായിട്ട്. ലൈക്ക് ഓപ്പൺ റെസ്റ്റോറൻ്റാണ്, നല്ല അടിപൊളി. നമ്മുടെ കോഴിക്കോടുകാരുടെ പ്രത്യേക സ്റ്റൈൽ കുറേ വിഭവങ്ങളുണ്ട് അവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നന്ദു പറഞ്ഞ് എനിക്കറിയാം, ചെറിയ പിടി പോലെ ഇരിക്കുന്നത്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. പിന്നെ നല്ല രസമുണ്ട് അതിങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ മെയിനായിട്ട് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ പോയി കോഴിക്കോടെത്തി. കോഴിക്കോട് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് നെസ്റ്റിൽ. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് നമ്മൾ. നെസ്റ്റിൽ ഇന്ന് താമസിച്ച് നാളെ പകൽ നമ്മൾ കോഴിക്കോട് ഫുള്ള് കറങ്ങും. അങ്ങനെ ഞങ്ങൾ നെസ്റ്റിലാണ് ഞങ്ങൾ താമസിച്ചത്. പക്ഷെ രാത്രി വന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ രാവിലെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങുവാണ് തിരിച്ച് കോഴിക്കോട് ലൈഫ് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.